ഇത്തിരി ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുത്താണ്. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന മാവാണ് ഞാനിതൊന്ന് വെച്ചിരുന്നു. ഈ ചപ്പാത്തിയും ദോശയും പുട്ടും ഒക്കെ തിന്നുന്ന കുട്ടികളായാലും അല്ലേ മുതിർന്നവരായാലും ഇച്ചിരി ഒരുപാട് മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചപ്പാത്തി മാവ് വെച്ചിട്ട് ഞാൻ വേറൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ മാഗിയൊക്കെ പോലെ ഒരു സൈസ് ഒരു പലഹാരം ഉണ്ടാക്കാൻ. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ ചപ്പാത്തി മാവ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചപ്പാത്തി മാവിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ഒന്നിങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതൊന്ന് കട്ട് ചെയ്തിടാം. ഇതാണ്ടോ, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ, ഇത് കട്ട് ചെയ്തിടാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഇത് ഒട്ടിപ്പിടിക്കത്തോ ഒന്നുമില്ല. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ആദ്യം. ഇതാണ്ടോ, ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനത്തത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് നല്ല കുഞ്ഞായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ഈ പലഹാരം കഴിക്കുന്നതിന്. ചായക്കൊക്കെ നല്ലവണ്ണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഇത് കുഞ്ഞായിട്ട് എടുക്കണം. ഇതൊന്ന് അടുത്തത് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് അവിച്ച്, സാധാരണ ഇത്തിരി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ഭംഗിക്ക് കിട്ടും. ഓരോന്നും നമുക്ക് നല്ലവണ്ണം ഇത് കിട്ടും. ഇത് ഇച്ചിരി സമയം, ഇതിന് ബുദ്ധിമുട്ടുള്ള ജോലി എന്തെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് കറിയോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓടി വരാം. ഓക്കെ, ഇതാ ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തിടാം കേട്ടോ. പെട്ടെന്ന് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതാണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിന് ചെറിയ വെട്ടോട് കൂടി വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. ഇതാണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെട്ടിയിടാം. ബുദ്ധിമുട്ടൊന്നുമില്ല. കത്രികയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ അതങ്ങ് ചാടി പോവുകയും ചെയ്യും. ഇതാണ്ടോ, ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയും കിട്ടും, തീരെ കുറച്ചല്ല. ഇതൊരു 2-3 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് തന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു 3-4 പേർക്ക് തന്നെ ഇത് സെർവ് ചെയ്യാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഒരു പലഹാരം ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ചായ കുടിക്കൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചിട്ട് ഓടി ട്യൂഷനോ എന്തിനാണെന്നുള്ളത് അവർ പോകും. വെട്ടി തരുന്നു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ടൊന്ന് പറക്കിയിടാം. ഓക്കെ, വെള്ളം അവിടെ തിളയ്ക്കുന്ന സമയം നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്കിതിൽ എടുത്തു വയ്ക്കാം. ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി അല്ലെങ്കിൽ സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കറിക്ക് എടുത്തതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ബീൻസ് വേണോ, ഏത് വേണോ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. കുട്ടികൾക്ക് നല്ലതല്ലേ, അതെല്ലാം കുട്ടികൾ കഴിക്കും. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം വെള്ളം ഒന്ന് തിളച്ചോ എന്നുള്ളത് നോക്കാം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ മാവ് നമ്മൾ അതിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ. ഞാൻ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. ആ വരുന്ന സമയം ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഗോതമ്പ് മാവ് ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, എങ്കിലത് കട്ടയായി പോവും. ഓരോന്നായിട്ട് തന്നെ 1-2 വീതം നമ്മൾ പറക്കിയിടുക. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വെള്ളം തിളച്ച് വരുമ്പോൾ ഈ മാവ് നല്ലവണ്ണം എന്ത് വരും. ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിടണം. ഒരു കാരണവശാലും ഒരുമിച്ചിടരുത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് കട്ടയായി പോവും, ഒട്ടിപ്പിടിച്ച് പോവും. ഗോതമ്പല്ലേ, അതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് പറക്കിയിടാം. വേണ്ടോ, ഓരോന്ന് വിധം ഇടണം. അപ്പോൾ ഇതെല്ലാം പറക്കിയിട്ട് കഴിയുമ്പോൾ വെള്ളവും നല്ലവണ്ണം തിളച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് പറക്കിയിടട്ടെ. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് പാകമായി വരട്ടെ. ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. കണ്ടോ, ഓരോന്നായിട്ട് ഇതൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഓരോന്നായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഏകദേശം വേവാറായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന്
നല്ലവണ്ണം തിളച്ച് ഇതെല്ലാം പൊന്തി ഇങ്ങനെ വരും. വേവുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതെല്ലാം പൊന്തി കിടക്കും. ഏകദേശം അതാ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ കിടന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. കോരി ഒരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഇതിലൊഴിച്ചാൽ നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടും. തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി ഒന്നുകൂടെ എടുക്കുക. ഇതാദ്യം ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ. ഇതാണ്ട് ഏകദേശം തിളച്ചിട്ടുണ്ട്, വേവാറായിട്ടുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് കിടന്നോട്ടെ. ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, അത് ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നല്ലവണ്ണം പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും. ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകുന്നത്. കണ്ടോ, നല്ല കണ്ടോ ഇരിക്കുന്നുണ്ടോ, ഒന്നിലൊന്നിൽ തൊടാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഇതിനെ ഒരു അരിപ്പയിൽ പോലെ വെച്ചിട്ട് വെള്ളമെല്ലാം വാർത്ത് ഒന്ന് മാറ്റാം. ഓക്കെ, ഞാനിത് ഒരു അരിപ്പയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം എല്ലാം വാർന്ന് പോകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഒരു ചീനിച്ചട്ടി അടുപ്പ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ക്യാരറ്റും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അതേ ചീനിച്ചട്ടിയിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്യാരറ്റ് സവാളയും കൂടെ ഒരുമിച്ചിടാം. അതൊന്ന് വഴണ്ടി വരട്ടെ. ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരട്ടെ. ഇതൊന്ന് വഴണ്ടിയതിന് ശേഷം തക്കാളി ഇടാം. അത് കഴിഞ്ഞിട്ട് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചിക്കി വേണമെങ്കിൽ ഇതിലിടാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സോ എന്ത് വേണോ, ബദാമോ എന്ത് വേണോ ഇടാം. കുട്ടികൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിലിടാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. മുട്ട എന്തായാലും ചിക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഒന്ന് വെന്താൽ മതി, ഒരു ഹാഫ് വേവ് ആയാൽ മതി. ഇനി നമുക്ക് തക്കാളി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇടുവാണ്. അതിൻ്റെ കൂടെ തന്നെ മാറ്റി വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നിടുവാണ്. ഗ്രീൻ പീസ് ഒരു കാരണവശാലും വെന്ത് പോകരുത്. ഇച്ചിരി കടിച്ച് തിന്നാൻ പരുവത്തിന് വേണം ഗ്രീൻ പീസ് എടുക്കാനായിട്ട്. ഇനി ഇതിലൊരല്പം മസാല കൂട്ട് ചേർക്കാനുണ്ട്. വേറെ ഒന്നുമില്ല, മാഗിയുടെ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ നല്ല അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതുണ്ടെങ്കിൽ അതിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇടാം. ഞാനിപ്പോൾ ഒരു മാഗിയുടെ ഒരു ക്യൂബ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മാഗി മസാല. അപ്പോൾ അതൊന്നും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്, ഒരു 2 സെക്കൻഡ് ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ, അതായത് തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂബ് ഇടാം. മാഗിയുടെ ആ മസാല ഞാനൊന്ന് തട്ടുവാണ്. ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർക്കാൻ കേട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾ പെട്ടെന്ന് കഴിക്കും. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഈ മാഗി. സാധാരണ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ 2 മുട്ട ചിക്കി വെച്ചിരുന്നു, അതുകൂടെ ഒന്ന് ഇതിലോട്ട് തട്ടാം. അപ്പോൾ വൈറ്റമിൻസ് ഉള്ള ആഹാരങ്ങളെല്ലാം ഉണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഇതൊന്ന് ചിക്കിയിടാം, ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഗോതമ്പിൻ്റെ ആ സംഭവങ്ങളും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം. വെള്ളമൊക്കെ വാർന്നിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ല കണ്ടാൽ മാഗി പോലെ ഇരിക്കുന്നു. മാഗിയുടെ മണവും ഉണ്ട്, കുട്ടികൾക്കും അത് ഇഷ്ടമായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇതിന് മുളക് പൊടിയോ എന്ത് വേണോ ചേർക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിയൊന്നും അവർക്ക് അത്ര പിടിക്കാത്തത് കൊണ്ട് ഞാനിതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുഴഞ്ഞു വരട്ടെ. ഇതിന് വേണമെങ്കിൽ മല്ലിയില ഇടാം, പച്ചമുളക് വേണമെങ്കിൽ ഇടാം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇത് വേണ്ട, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊരു 2-3 പേർക്ക് വൈകുന്നേരം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. കുട്ടികളായാലും 2-3 പേർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് അത് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അത് വേറൊരു വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. ഒരു ഈവനിങ് സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് വേണമെങ്കിൽ ഇതാക്കാം. ഇതിനകം പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ വേണമെങ്കിൽ ഒരല്പം സോസ് കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഒരല്പം സോസ് കൂടെ വേണമെങ്കിൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ പരിപാടി ഒന്നുമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാവേ.
ഇതാ അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവിലെ മാഗി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം, കാരണം മാഗിയുടെ അതേ മണമാണ് കേട്ടോ, ഗുണവും അത് തന്നെയാണ്. ഈ മാഗിയുടെ മസാല ഇട്ടത് കൊണ്ട് മാഗിയുടെ അതേ മണവും ഗുണവും ഒക്കെ ഉണ്ട്. കുട്ടികൾ നല്ലവണ്ണം കഴിക്കും, ഇതിന് പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻസ് ഇടുക, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അതുപോലെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, bye.